ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ബ്ലോസിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈയും കാലും പെഡിക്യൂറും മാനിക്യൂറും ഒന്നും ചെയ്യാണ്ട് ഒറ്റ പാക്കിലൂടെ നല്ല സൂപ്പറാക്കി എടുക്കാം. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ കാല് പെട്ടെന്ന് തന്നെ നല്ല നിറം വെക്കാനുള്ള കാലും കൈയും ഒരു ടിപ്സാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ടിപ്സ് കൊണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക ഇന്ന് ചെയ്യുന്നതെന്നാന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് നല്ല കാലിനും കൈയും പെട്ടെന്ന് നിറം വെക്കാനുള്ള ഒരു ടിപ്സാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഷാമ്പു ആട്ടാ. നിങ്ങളുടെ കയ്യിൽ ഏത് ഷാമ്പു ഇരുന്നാലും കുഴപ്പമില്ല. അതിൻ്റെ ഷാമ്പൂ ഒന്നുമില്ല. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതാണ് ഇരുന്നത്. അപ്പം ഞാൻ ഇതാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. നല്ല പോലെ ഷാമ്പു ഇതിലോട്ടിടുക. അപ്പം ഇതുപോലെ ഒരു സാഷറ്റ് ഇട്ടാൽ മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മുടെ കാലും കൈക്കും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഈ ഒരു ഇത് മാത്രം മതി. അപ്പം ഇതിൻ്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പെഡിക്യൂറും മാനിക്യൂറൊക്കെ ചെയ്യുമ്പോൾ എത്ര സ്റ്റെപ്പായി ചെയ്യണം അല്ലേ? അതൊന്നും വേണ്ട. ഒരൊറ്റ സ്റ്റെപ്പോടുകൂടി കാല് നല്ല നിങ്ങളുടെ അടിപൊളിയാവും കാല്. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഷാമ്പു ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് എന്താ വേണ്ടതെന്ന് അറിയാമോ? 1 സ്പൂൺ ഷുഗറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ടത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിലോട്ട്. അപ്പോൾ നമ്മുടെ ഫേസ് മാത്രം നമ്മളെപ്പോഴും ഫേസിന് വേണ്ടി മാത്രം നമ്മൾ ഓരോന്ന് ചെയ്യും. അപ്പോൾ നമ്മുടെ കൈയും കാലും നല്ല ഭംഗിയാക്കണമെങ്കിൽ നമുക്കിതുപോലെ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ കാണിച്ച് നല്ല ഒരു ക്രീം പോലെ നമ്മൾ ആക്കിയെടുക്കണം കേട്ടോ. ക്രീം പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്പൂൺ, ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്ക് അരിപ്പൊടിയോ വേണ്ട. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഓരോന്നിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താണെന്നറിയാമോ? ചെറുനാരങ്ങയില്ലേ, അതിൻ്റെ പകുതി. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് തൈരാണ്. ഞാൻ അതേ കട്ട തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നിങ്ങൾ വിചാരിക്കും ഇത്രയും ഇൻഗ്രീഡിയൻസ് എന്തിനാന്ന് വിചാരിക്കും അല്ലേ? പക്ഷെ നമുക്ക് ഒറ്റ സ്റ്റെപ്പോടുകൂടി നമ്മൾ നമ്മുടെ കാല് നല്ല സൂപ്പറാവും, കയ്യും. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്നറിയാമോ? നമ്മുടെ കോൺഫ്ലവറാണേ. അതും ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഒറ്റ സ്റ്റെപ്പിൽ നമ്മുടെ കാല്. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം, എന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവുള്ളൂ.
എന്നിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതങ്ങ് ഒഴുകിപ്പോണ വിധത്തിലാക്കരുത് കേട്ടോ, ജസ്റ്റ് ക്രീം പോലെ തന്നെ. പിന്നെ നമുക്കതിലോട്ട് ഏത് പേസ്റ്റാണ് നിങ്ങൾ ഉപയോഗിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ശകലം നമ്മുടെ കോഫി പൗഡർ. അപ്പോൾ കോഫി പൗഡർ വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കോഫി പൗഡർ. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്കിതിൽ വേണ്ടതാണ്. അപ്പോൾ ഇത്രയും മതി നമ്മുടെ പാക്കിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇരിക്കണുണ്ടോ പാക്ക്, അപ്പോൾ കാലിൽ നിന്ന് ഒലിച്ചൊരിക്കലും പോരരുത്. അപ്പം ഞാനിതെങ്ങനെയാണ് കയ്യിലും കാലിലും അപ്ലൈ ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കാല് നല്ലപോലെ വാഷ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഫേസിൽ നമ്മൾ എന്തെങ്കിലും ഇടണേമ്പോൾ വാഷ് ചെയ്യില്ലേ, അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കാല് വാഷ് ചെയ്ത് നല്ലതായിട്ട് തുടച്ചെടുക്കണം. എന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പേസ്റ്റ് രൂപത്തിൽ തന്നെ നമുക്ക് തേച്ച് കൊടുക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ നിന്നൊന്നും ഒഴുകിപ്പോകത്തില്ല. അങ്ങനെ എല്ലാ വശത്തും. അപ്പോൾ നമുക്കൊരു പെഡിക്യൂറും മാനിക്യൂറും ഒന്നും ചെയ്യാണ്ട് ഒറ്റ സ്റ്റെപ്പോടുകൂടി നമുക്ക് നമ്മുടെ കാല് നല്ല സൂപ്പറാക്കി എടുക്കാം. നമ്മുടെ ഈ കാലിൻ്റെ ഇടവശത്തൊക്കെ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം ഒന്ന് ഒറ്റ പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. പിന്നെ നിങ്ങളിതല്ലാണ്ട് വേറെ ഒന്നും ചെയ്യത്തില്ല. അതിനാണ് നമ്മളിതിൽ ഷാമ്പു ചേർക്കുന്നത് കേട്ടോ. ഷാമ്പു ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2-3 സ്റ്റെപ്പായിട്ടല്ലേ പെഡിക്യൂറൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാം കൂടി നമുക്ക് ഒറ്റ സ്റ്റെപ്പാണ്. എത്ര മാറ്റം വന്നിട്ടുണ്ടെന്ന് നമുക്കിത് അറിയാൻ പറ്റും ഇപ്പം തന്നെ. നിങ്ങളുടെ നല്ല സോഫ്റ്റും നല്ല ബ്രൈറ്റും ആവും കാലൊക്കെ. അപ്പോൾ നമ്മുടെ കാലിൻ്റെ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് അടുത്ത് കൈയുടെ ഇടാം. അടുത്ത് നമുക്ക് നമ്മുടെ കയ്യിലോട്ടും ഇതിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൈ മുഴുവൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. കൈ മുഴുവൻ ചെയ്യണമെങ്കിൽ കൈക്ക് മുഴുവനായിട്ട് നമുക്ക് 2 കൈയിലും കാലിലും ഒക്കെ ഇതുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് കൈക്കും കാലിലും ഭംഗി കൂട്ടാനായിട്ട് പറ്റും. ഇനി നമ്മൾ എത്ര നേരമെന്ന് അറിയാമോ ഇത് നമുക്ക് ഇരിക്കേണ്ടത്? മറ്റേതൊക്കെ നമുക്ക് 10-20 മിനിറ്റൊക്കെ അല്ലേ നമ്മൾക്ക്. ഇതെല്ലാം കൂടി നമുക്ക് ഒരു അരമണിക്കൂർ ഉറപ്പായിട്ട് ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. അപ്പോൾ കണ്ട് ഇതുപോലെ ഇങ്ങനെ ആയാൽ നമ്മുടെ കയ്യിലും കാലിൽ നിന്നൊന്നും ഒലിച്ചൊന്നും ഇറങ്ങത്തില്ല. അപ്പോൾ അത് കൈയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. അതേ നമ്മുടെ കാലൊക്കെ ക്ലീൻ ചെയ്തിട്ടുള്ള അതേ കണ്ടോ, നമ്മുടെ പെഡിക്യൂറും മാനിക്യൂറും ഇല്ലാണ്ട് നമ്മുടെ കാല് നല്ലതായിട്ട് നമുക്ക് കളർ വെക്കും.
അപ്പം ഈ ഒരൊറ്റ പാക്ക് ഇട്ടാൽ മതി നിങ്ങൾ കേട്ടോ. അപ്പോൾ അതേ കയ്യും നമ്മളതുപോലെ തന്നെ കണ്ടോ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലൊരു റിസൾട്ടാണ് നമുക്ക്. ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് 2-3 സ്റ്റെപ്പൊന്നും ചെയ്യാണ്ട് നമുക്ക് ഒറ്റ സ്റ്റെപ്പിലൊക്കെ കൈയും കാലും നല്ല കളർ വെപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ കാലിൻ്റെ പാക്കൊക്കെ ഇട്ട് കാലൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ, ഇതൊന്ന് ഇനി നമുക്ക് ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കാലൊന്ന് മോയ്സ്ചറൈസ് ചെയ്തെടുക്കുക. അത് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാട്ടത്. കയ്യിൽ അതുപോലെ തന്നെ നമ്മൾ നല്ലതായിട്ട് മോയ്സ്ചറൈസ് പുരട്ടി ഇത് കഴിയുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ ചെയ്യണം. ഇപ്പോഴുള്ള ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കൈയുടെ നിറം മനസ്സിലാവുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ നല്ലതായിട്ട് നമ്മുടെ കൈ നല്ല സൂപ്പറായിട്ട് വെളുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ, 2 കൈയുടെ ഡിഫറൻസ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഈ കൈയാണ് നമ്മുടെ ചെയ്തത്, ഈ കൈ നമ്മുടെ ചെയ്യാത്ത ഈയും കൂടെയാണ്. അപ്പോൾ രണ്ടിനും കൂടെയുള്ള നിറവ്യത്യാസം ശരിക്കും മനസ്സിലാവുന്നില്ലേ? അപ്പോൾ എല്ലാവരും ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. ഇതുണ്ട്, നമുക്ക് 2 കൈയുടെ ശരിക്കും വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. അപ്പം ഒറ്റ പാക്കിലൂടെ നമ്മുടെ കൈയും കാലൊക്കെ നല്ല അടിപൊളിയാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഒക്കെ വരാം. താങ്ക് യു.